അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ വീട്ടമ്മമാർക്ക് നമുക്ക് സാധാ തലവേദന, പനി, തണുപ്പ് ഇതൊക്കെ വരുന്ന അതിനൊക്കെ പുറമെ ചില വീട്ടമ്മമാർക്ക് തലവേദന വരുന്ന ഒരു സമയമുണ്ട്. അതേതാണെന്നറിയോ? നമ്മളെ കയ്യിൽ കാശ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ തന്ന മന്ത്ലി നമുക്ക് തരുന്ന ഒരു പൈസ അത് തീർന്നു കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരുപോലെ ആയിരിക്കില്ല നമ്മളെ എക്സ്പെൻസ്, അതിൽ ഒക്കെ മാറ്റം വരും. അപ്പോൾ ചില മാസം നമുക്ക് പൈസ കാലിയായിപ്പോയി, പടച്ചറപ്പേ എന്താ ചെയ്യുക അല്ലേ? ആരോടെ ചോദിക്കുക? അപ്പം നമുക്ക് എന്ത് ചെയ്യും? ദിവസം ആ ഒരു പൈസ കിട്ടുന്ന ആ ഒരു ഡേറ്റ് അടുപ്പിച്ച് വരെ നമുക്ക് തന്ന് കിട്ടുന്ന വരെ നമുക്ക് വല്ലാത്ത തലവേദനയായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. തലക്ക് തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആരോടെ ചോദിക്കുക? പക്ഷെ ആരും തരൂലല്ലോ, ആരും തരാനില്ലല്ലോ അല്ലേ? അങ്ങനെയൊക്കെയുള്ള വീട്ടമ്മമാരോട് ഞാൻ പറയാം, എനിക്കിപ്പോൾ ആ ഒരു സ്റ്റേജാണ്. എനിക്കിപ്പോൾ ഭയങ്കര തലവേദനയാണ്. കാരണം വെച്ചാൽ എൻ്റെ കയ്യിലുള്ള തീർന്നു സത്യം പറഞ്ഞാൽ. അപ്പം എനിക്ക് കിട്ടുന്നവരെ എന്താ ചെയ്യുക? നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ വെച്ച് ഭയങ്കര ഫീലിങ്സാണ്. കാരണം വേറെ ഒരു വഴിയില്ലാണ്ട് ഒരാളെ തന്നെ ആശ്രയിച്ച് നിൽക്കുക. ഇങ്ങനെ എന്നെപ്പോലെയുള്ള ലേഡീസ് മീൻസ് വീട്ടമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് വന്നാലും ഒരുപാട് അങ്ങനെ ആലോചിച്ച് വേറെ ആരും തരാനില്ലെങ്കിൽ ഇങ്ങനെ കുത്തിരിക്കേണ്ടൊന്നും ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ കഴിവ് ഓരോരുത്തർക്കും പഠിച്ചവൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കഴിവ് എന്തായാലും ആയിക്കോട്ടെ, എന്തായാലും നല്ല രീതിയിൽ അത് പുറത്ത് എടുത്ത് അതിലൂടെ അത് നമ്മളത് എന്താണെന്ന് നമ്മൾ തന്നെ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അത് നമുക്ക് അതിനോട് തന്നെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി നമ്മൾ തന്നെ ആയിട്ട് ഉണ്ടാക്കിയെടുത്താലേ ഇങ്ങനെയുള്ള ആൾക്കാർ രക്ഷപ്പെടാൻ ഒരു വഴിയായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റിലോട്ട് വരെ, നമ്മളെ എൻഡ് വരെ നമ്മളിങ്ങനെ കാത്തിരിക്കുക. എന്നാൽ നമുക്കായിട്ട് നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഡോക്ടറിനെ പോയി കാണില്ല. നമ്മൾ എന്താ ചെയ്യുക? അത് ആ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കേസിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് നമ്മളെ കയ്യിൽ നിന്ന് കുറേ പൈസ പോകുന്ന കേസാണ്. ഇപ്പം എന്ത് കൊടുത്താലും അതങ്ങനെയാണ്, ഹോസ്പിറ്റൽ കേസ് തികയില്ല. അപ്പോൾ നമ്മളെ ചിലവിന് കിട്ടുന്നത് നമുക്ക് പോരാണ്ടാവും. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോവാണ്ട് നിൽക്കും. അങ്ങനെയൊക്കെ അടച്ചടച്ച് വെക്കുന്ന, നമ്മൾ അസുഖങ്ങൾ കാണിക്കാണ്ട് ഡോക്ടറുടെ അടുത്ത് പോവാണ്ട് നിൽക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് ഗൈസ്. ഞാനെല്ലാം ആ കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വരേണ്ട സമയമായിന്ന് അറിയുക. എന്നിട്ട് നമ്മളിലൂടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് കണ്ടെത്തുക. അത് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു പൈസ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും സന്തോഷമുള്ള സമയം ഈ വീട്ടമ്മമാർക്ക് കയ്യിൽ പൈസ ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. ആരും നോക്കിയും കണ്ടും ചിലവാക്കുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് പൈസ ഉണ്ടാവേണ്ടത്. അപ്പം നമുക്ക് ഏറ്റവും സന്തോഷം പൈസ ഉണ്ടാകുമ്പോൾ. ഓക്കെ, ഏറ്റവും ടെൻഷൻ ഈ പൈസ കയ്യിൽ നിന്ന് തീർന്ന ഉറപ്പേ വിട്ടു അല്ലേ? അപ്പം വെറുതെ കുത്തിരുന്നതിനെ കൊണ്ട് കാര്യമില്ല. ആരും നമുക്ക് തന്നാൽ അത് നമുക്ക് എപ്പോഴും കിട്ടൂല. ആര് തന്നാലും അത് നമ്മളിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുമ്പം അതിന് ഒരു പ്രത്യേക സന്തോഷം, പ്രത്യേക സുഖമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വെറുതെ കുത്തിരുന്ന് സമയം തീർക്കാണ്ട് നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അവരെ ഹസ്ബൻഡിനെ നമ്മൾ താത്തി കാണാനോ അങ്ങനെയൊന്നുമല്ല. നമ്മളെ മക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അത് ഓക്കെ നെക്സ്റ്റ് മന്ത് വരട്ടെ, ആ ഒരു വരുന്നവരെ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുക. അതെല്ലാം നമ്മൾക്ക് മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മുടെ മക്കൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെറിയ മക്കളോടാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പം നമ്മൾ ആകെ കുടുങ്ങിപ്പോകും, വല്ലാത്ത വിഷമം അനുഭവിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളോട് ഞാൻ പറയാം, സങ്കടപ്പെടാനൊന്നുമില്ല. ഒക്കെ പഠിച്ചവനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നെന്ന് വിശ്വസിച്ചിട്ട് ഇറങ്ങുക. ആരും തന്നാൽ അത് മറ്റാരെങ്കിലും തരുന്നതുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. എന്തെങ്കിലും അവർ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ വിളിച്ച് പറയെങ്കിലും ചെയ്യും, ഞാൻ ഇന്നാക്ക് പൈസ കൊടുത്തു. അത് നമ്മൾ വേറെയുള്ള ആളെ വഴിയിൽ നിന്ന് കേൾക്കുകയും ചെവിയിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു പൈസ 100 രൂപയെങ്കിൽ 100 രൂപ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും ചെയ്തേക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.